എല്ലാവർക്കും നമസ്കാരം. നാരായണീയം ദശകം 3 ശ്ലോകം 6. ഭവത് ഭക്തിസ്താവത് പ്രമുഖമധുരാ ത്വദ്ഗുണരസാദ് കിമഭ്യാരൂഢാചേതകില പരിതാപപ്രശമനീ പുനശ്ചാന്തേ സ്വാന്തേ വിമലപരിബോധോദയം ഇളത് മഹാനന്ദാദ്വൈതം ദിശതി കിം അതഃ പ്രാർത്ഥ്യ അപരം. ഈ ശ്ലോകത്തിലൂടെ ആചാര്യൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു, ദൃഢമായി വിശ്വസിക്കുന്നു. ഭഗവാനിലുള്ള, ഗുരുവായൂരപ്പനിലുള്ള അഭേദ്യമായിട്ടുള്ള ഭക്തി കൊണ്ട്, അവിടുത്തെ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ആചാര്യൻ്റെ രോഗം പൂർണ്ണമായും മാറും എന്നാണ്. അല്ലയോ ഗുരുവായൂരപ്പ, നിൻ തിരുവടിയിലുള്ള ഭക്തി, അങ്ങയുടെ ഗുണഗണങ്ങളിലുള്ള രസം കൊണ്ട് ആരംഭത്തിൽ തന്നെ മധുരവും, വർദ്ധിച്ച ഭക്തി കൊണ്ട് സന്താപനാശവും ഉണ്ടാകുന്നു. അവസാനം ഉള്ളിലുള്ള ശുദ്ധജ്ഞാനത്തോടുകൂടി ചേർന്ന് പരമാനന്ദത്തെ പ്രദാനം ചെയ്യുന്നതുമാണ്. ഇതാണ് ഈ ശ്ലോകത്തിലൂടെ ആചാര്യൻ ഉദ്ദേശിക്കുന്നത്. ജീവിതത്തിൽ എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്നത് ശാശ്വതമായ സുഖമാണ്, അപ്പപ്പോഴുള്ള സുഖമാണ്. ഭൗതിക സുഖങ്ങൾ ഒരിക്കലും ശാശ്വതമല്ല എന്ന് നമ്മൾ ഓർക്കണം. ആ സുഖം ദുഃഖത്തെ പ്രദാനം ചെയ്യും, അത് തീർച്ചയാണ്. അതുവഴി സുഖത്തിനും മോക്ഷത്തിനും മനുഷ്യൻ ആഗ്രഹിക്കുന്നു. അതിന് ഈശ്വരനെ ഭജിക്കുന്നു. ഈശ്വര ഭജനം കൊണ്ട് ഭക്തി ഉണ്ടാകുന്നു. ഭക്തി കൊണ്ട് സുഖവും ദുഃഖശമനവും മോക്ഷവും കൈവരുന്നതാണ്. ഇതാണ് ഒരു പ്രോസസ്സിങ്. അതായത് മോക്ഷമാർഗത്തിലേക്ക്, മോക്ഷത്തിനാവേണ്ടി മനുഷ്യൻ ആഗ്രഹിക്കണം. അതിനുവേണ്ടി ഈശ്വരനെ ഭജിക്കണം. ഈശ്വര ഭജനം കൊണ്ട് ഭക്തി ഉണ്ടാകും. ഭക്തി കൊണ്ട് സുഖവും ദുഃഖശമനവും മോക്ഷവും കൈവരും. അതായത് ഭക്തി കൊണ്ട് സാധിക്കാൻ വയ്യാത്തതായി, അല്ലെങ്കിൽ നേടാൻ സാധിക്കാത്തതായി ഒന്നും തന്നെയില്ല. അതിനാൽ ആ ഭക്തി മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ എന്നാണ് ആചാര്യൻ പ്രാർത്ഥിക്കുന്നത്. ഭക്തി കൊണ്ട് രോഗശമനമുണ്ടാകുമെന്ന് ആചാര്യൻ ദൃഢമായി വിശ്വസിക്കുന്നു. എല്ലാം വെറും വിചാരം അല്ല ആചാര്യൻ്റെ, അതാണ് ഒരു പ്രത്യേകത. അപ്പോൾ ഭക്തി കൊണ്ട് മാറാത്തതായിട്ട് ഒന്നുമില്ല. ഗുരുവായൂരപ്പനിൽ ശരണം പ്രാപിക്കുക. നമ്മുടെ ദുരിതങ്ങളെന്താണ്, ദുഃഖങ്ങളെന്താണ്, എല്ലാം ഭഗവാനിൽ അർപ്പിക്കുക. മോക്ഷപ്രാപ്തി ഉണ്ടാകും. മോക്ഷമെന്നാൽ ശാശ്വത സുഖമല്ല. ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏതൊരു ദുരിതത്തിൽ നിന്നും മോക്ഷം കിട്ടിയാലും, അല്ലെങ്കിൽ മോചനം കിട്ടിയാലും അതുതന്നെയാണ് മോക്ഷം. നമസ്തേ.